ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടൂരിനടുത്ത് ഉള്ള ഒരു എസ്റ്റേറ്റാണ്. എല്ലാവർക്കും അറിയാം, പത്തനംതിട്ട ജില്ലയിലെ ഒരു എസ്റ്റേറ്റാണ് കൊടുമൺ എസ്റ്റേറ്റ്. അപ്പോൾ എസ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പം റെയിൻകോട്ടൊക്കെ ഉണ്ട്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്കൊരു 2-2:30 ആയിട്ടുണ്ട്. അപ്പം ഞാനുണ്ട്, നമ്മുടെ അനിയന്മാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പം ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടൂരിൽ നിന്ന് ഏകദേശം ഈ വഴി നമുക്ക് കോന്നിയിലൊക്കെ ചെല്ലാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന റോഡുകളൊക്കെ നല്ല അടിപൊളിയാണ്. രണ്ട് സൈഡും നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. ഈ ഒരു വഴി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ അടൂരിൽ നിന്ന് നമ്മൾ ഏഴംകുളം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ലെഫ്റ്റ് കയറിയാണ് വരുന്നത്. അപ്പം ആ തൊടുവക്കാട് വഴിയൊക്കെ വരും. അപ്പം അവിടെല്ലാം നല്ല കാഴ്ചകളാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റേഷൻ്റെ ഒരു കേന്ദ്ര ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഗൈസ്, നമ്മളിപ്പം ഈ നമ്മുടെ വണ്ടി ഇരിക്കുന്നത് കൊടുമൺ എസ്റ്റേറ്റിൻ്റെ മെയിൻ റോഡിൻ്റെ ഇതാണ് നമ്മുടെ കൊടുമൺ എസ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഇതൊരു നല്ല വ്യൂ പോയിൻ്റാണ് ഈ നിൽക്കുന്നത്. ഇവിടെ മരം നിൽക്കുന്നു, ഭയങ്കര നല്ല രസമാണ്. ഇവിടെ മെയിനായിട്ട് കൈതച്ചക്കയാണ് ഇവിടുത്തെ കൃഷി. മെയിനായിട്ട് നമ്മൾ വരുന്ന വഴിക്കെല്ലാം ഇതുപോലെ കൈതച്ചക്ക തോട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഉച്ചയ്ക്ക് വന്നുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ടും എല്ലാം. പിന്നെ രണ്ട് സൈഡിലും നല്ല റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇവിടുന്ന് ഈ റോഡെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എല്ലാം നല്ല കൈതച്ചക്കയും. പിന്നെ ഇത് പത്തനംതിട്ട നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിലും നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കയറി കൊടുമൺ എസ്റ്റേറ്റ് വ്യൂ പോയിൻ്റ് എന്ന് കാണിച്ചു, അല്ലെങ്കിൽ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് റോഡെന്ന് അടിച്ചു കൊടുത്താൽ മതി. നേരെ ഇവിടെ നമുക്ക് ഗൂഗിൾ മാപ്പ് നമ്മളിവിടെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. ഇത് മൊത്തം നല്ല ഇലക്ട്രിക് ഫെൻസിങ് ആണ് മൊത്തം ചെയ്തേക്കുന്നത്. വരുന്നവർ സൂക്ഷിക്കുക, അതിൽ നിന്നും കയറി പിടിക്കുക, ചാടാനൊന്നും ശ്രമിക്കരുത്. ഇതൊരു നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് അല്ലേ. നല്ല പാറകളും പാറയ്ക്കിടയ്ക്കൂടെ ഒരു മരമൊക്കെ നിൽക്കുന്ന സൂപ്പർ സ്ഥലമാണ്. റബ്ബറാണ് ഇവിടെ മൊത്തം. മേളിൽ കണ്ട നല്ല പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ റോഡും മഴ പെയ്ത് കിടക്കുന്നുണ്ട്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞാൻ ഈ സൗണ്ട് ഇല്ലാതെ നിങ്ങൾ ഈ വീഡിയോ മാത്രം ഒന്ന് കേട്ടേക്കും, ഒരു പ്രത്യേക സൗണ്ട് കേൾക്കാൻ പറ്റും. കേട്ടോ ഗൈസ്, ഇതാണ് ചീവീടാണെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം ഈ ഒരു സൗണ്ടാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ആ എസ്റ്റേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് വരുന്നതാണ്. ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആ ഭാഗത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ അവിടോട്ട് പോകുന്നില്ല. അവിടുന്ന് നമുക്ക് ലെഫ്റ്റ് ഇറങ്ങി താഴോട്ട് പോയാൽ കോന്നി ഭാഗത്തൊക്കെ പോകാൻ പറ്റും. കോന്നി നെടുമൺകാവ് ഭാഗത്തോട്ടൊക്കെ ഇറങ്ങി പോകാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പിള്ളേരും ഇപ്പോൾ ഉണ്ട്. ഇവിടെയും നല്ല കൈതച്ചക്ക തോട്ടമാണ്. ചെറിയ ചാറ്റൻ മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് റോഡൊക്കെ നല്ല സ്ലിപ്പി ആയി കിടക്കുകയാണ്. ഇവിടെ എല്ലാം റബ്ബറും തോട്ടവും, വരുന്ന വഴിക്കെല്ലാം റബ്ബറും തോട്ടം കാര്യങ്ങളൊക്കെയാണ്. ഈ സമയത്ത് ഈ മഴയൊക്കെ പെയ്ത് കിടക്കുകയായതുകൊണ്ട് ഒരു രസമുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ വണ്ടി ഇടിങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പത്തനംതിട്ടയിലെ കൊടുമൺ എസ്റ്റേറ്റ്. അപ്പം ഇവിടെ കയറുന്നതിന് പ്രത്യേക എൻട്രി ഫീസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ എനിക്കൊന്ന് ക്ലോസിങ് ടൈം ഉണ്ടെന്ന് തോന്നുന്നു, നമ്മൾ നോക്കിയില്ല. പക്ഷേ എല്ലാവർക്കും വരാം, എളുപ്പമാണ്. ഞാൻ ഗൂഗിൾ മാപ്പ് എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മുടെ മണക്കാല, പത്തനംതിട്ട, പന്തളം ഭാഗത്തൊക്കെ ഉള്ളവർക്ക്, പിന്നെ കോന്നി, പത്തനാപുരം ഇതൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഇവിടെ വരികയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം മഴയായതുകൊണ്ടാണ് നമ്മൾ റിസോർട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. ഈ മഴ സമയത്തൊക്കെ വരാമെങ്കിൽ ഇച്ചിരിയോടെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ രാവിലെ വരാമെങ്കിൽ നല്ല മഞ്ഞൊക്കെ കാണാൻ പറ്റും. ഞാൻ ആവശ്യം മഴയത്ത് മഞ്ഞ് കാണുമെന്ന് വെച്ചാണ് വന്നത്, പക്ഷെ മഞ്ഞില്ലായിരുന്നു. അപ്പം ഇനി ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അപ്പം നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുക എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പേര്, ഡെസ്റ്റിനേഷൻസ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ എത്തുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഫുൾ HD കാണാൻ ശ്രമിക്കുക. നല്ല വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇനി ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. പത്തനംതിട്ടയിലെ മിക്കവാറുള്ള എല്ലാ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മളതായിരിക്കും ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങൾ ചില കൊല്ലം ജില്ല അങ്ങനെ വെച്ച് നമ്മൾ പോകുന്നതായിരിക്കും. നമുക്ക് ഇതിനോടനുസരിച്ച് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു, പക്ഷേ ആ ചാനൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ ഇമെയിൽ ID എനിക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല.
മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ളവരിലേക്ക് ഇതൊക്കെ ഒന്ന് എത്തിക്കുക. ഇനിയും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.